പുന്നക്കൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ അവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകും. ഏതായിരുന്നാലും പുണ്യ റസൂലിന്റെ പേരിൽ ഇങ്ങനെ ഒരു സദസ്സ് നമുക്കിവിടെ നിയമപരമായ പല തടസ്സങ്ങൾക്കിടയിലും നടത്തി പോകുവാൻ കഴിയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇവിടെ അബ്ദുൽ ഗഫൂർ സാദി ഉസ്താദ് അവർകൾ നമുക്ക് ചെറിയ ഉദ്ബോധനം കൂടി നൽകി നമുക്ക് പിരിയാം. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉസ്താദ് അവർകളെയും അതുപോലെ മറ്റു ഉസ്താദുമാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഈ റൂമിന് വേണ്ടി കൊയിലാണ്ടി ഹൗസ് നൂർ മഹൽ എന്നാണ് ഇതിന്റെ ശരിയായ പേര്. കായ്തുണ്ടാവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ വീടിന്റെ പേരാണ് എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ പല പണ്ഡിതന്മാരും നേതാക്കന്മാരും വന്ന് പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റൂം കൂടിയാണ്. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ പോലുള്ള സയ്യിദന്മാരും നേതാക്കന്മാരും വന്ന് താമസിക്കുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റൂം എന്നുള്ള നിലയിൽ കൂടി ഇതിന് ഏറെ പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇവിടെ താമസിച്ചു പോയിട്ടുള്ള ആളുകൾ പലരും മരിച്ചുപോയ ആളുകളുണ്ട്, രോഗത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. ഇവിടെ താമസിക്കുന്ന സലാമിന്റെ അമ്മാവൻ ഇന്ന് ഉച്ചക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും നമ്മളെ ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ മാതാപിതാക്കൾ അതുപോലെ സഹോദരന്മാർ ബന്ധപ്പെട്ട ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാം കൂടി ഉസ്താദ് അവർകൾ ഇവിടെ പ്രാർത്ഥന നടത്തും. അതിനുവേണ്ടി ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി റൂമിന് വേണ്ടി പ്രത്യേകം നന്ദി കൂടി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് എംപിച്ചാമുക അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരെയും ഇതിലേക്ക് വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ സംസാരിക്കുന്നതിന് വേണ്ടി യുവാക്കൾ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി അബ്ദുൽ ഗഫൂർ സാദി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് നമസ്കാരം. السلام عليكم ورحمة الله وبركاته. الحمد لله الذي من على هذه الأمة ببعثة خير البرايا وجعل التمسك بسنته عصمة من الفتن والبلايا، وأشهد أن لا إله إلا الله وحده لا شريك له كريم الخصال وشريف السجايا، عليه من الله وعلى آله وأصحابه أفضل الصلوات وأزكى التسليمات وأشرف التحايا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والدي وولدي والناس أجمعين. صدق رسول الله صلى الله عليه وسلم. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم ولن يضيق رسول الله دارك بإذا الكريم تجلى باسم منتقم فإن من جودك
علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة أعظمت إن الكبائر في الغفران كالأمام لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي في المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم تجھے یاد کرتے شاہ امم تجھے یاد کرتے ہیں شاہ امم آقا تم میرے خدا کی قسم آقا تم میرے خدا کی قسم سمندر سمن ہر کلی مسکرائی تیری رحمتوں سے زمین جگمگائی سمندر سمن ہر کلی مسکرائی تیری رحمتوں سے زمین جگمگائی تیرے ساتھ جائیں گے تیرے ساتھ جائیں گے جنت میں ہم تیرے ساتھ جائیں گے جنت میں ہم تجھے یاد کرتے ہیں شاہ امم تجھے یاد کرتے ہیں شاہ امم آقا تم میرے آقا تم میرے خدا کی قسم تجھے یاد کرتے ہیں شاہ امم تجھے یاد کرتے ہیں شاہ امم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم സ്നേഹബഹുമാനാദരവുള്ള ഉസ്താദുമാരെ കാരണവന്മാരെ പ്രിയമുള്ള സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ മഹാനായ ഖായിദെ മില്ലത്ത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അല്ലാഹു തആല അവർക്ക് നിറഞ്ഞ ഉയർത്തുമാറാവട്ടെ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ലോകം സലാമത്താക്കി തരുമാറാവട്ടെ അവരുടെ പേരിലുള്ള അവരുടെ വീടിന്റെ പേരിലുള്ള ഈ
അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ് നമുക്ക് എപ്പോഴും നൽകുമാറാവട്ടെ. മഹാന്മാരും മഹത്തുക്കളൊക്കെ താമസിച്ച് ദീനി ചിട്ടയിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ട് ഹബീബുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്ന അവിടുത്തെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇനെ വരവേൽക്കുമ്പോൾ ഈ ഒരു റൂമിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ പൊരുത്തം മേടിക്കാൻ ദിക്റുകളും സ്വലാത്തും ഹബീബിന്റെ മദ്ഹുകളും കൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചു എന്നത് വലിയൊരു ഭാഗ്യമാണ്. നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ വേറെ ഒരുപാട് വിഭാഗം ആളുകൾ പലതരത്തിലുള്ള തേക്കൂത്തുകളിലുമായി പാട്ടും ഡാൻസും നൃത്തങ്ങളുമായി മറ്റു പലതിന്റെയും വഴികളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നും പെടാതെ ഇങ്ങനൊരു മജ്‌ലിസിലേക്ക് എത്തിച്ചേരാൻ ഹബീബിനെ കൊണ്ട് നമുക്ക് സാധിച്ചു എന്നത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല ഇത് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മരിക്കണം നമുക്കൊക്കെ, എപ്പോഴാ അത് പോവുക എന്നറിയില്ല. മിനിയാന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരാഴ്ചയായി, വെള്ളിയാഴ്ച രാവ് നമ്മളൊക്കെയുമായി ബന്ധപ്പെട്ട ഹാപ്പി ലാൻഡ് സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഇവിടെ മിശ്രോണ്ടോ മറ്റൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഓണർ കൂടിയായ TC മുഹമ്മദ് അബ്ദി ഹാജി വലിയ സമ്പന്നരാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്തും സമയങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിനും ദീനിനും വേണ്ടി ചിലവഴിച്ചിരുന്ന മഹാനാണ് അദ്ദേഹം. ഉംറയുടെ ഇടയിൽ, ഉംറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മക്കത്തെ വിസക്കാരുടെ കൂടിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് 5 ദിവസം തുടർച്ചയായി അദ്ദേഹം നോമ്പുകാരനായിരുന്നു. ഹറമിൽ വെച്ച് നോമ്പ് കുറിച്ച്, നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പായി അദ്ദേഹം ഉംറയുടെ ഇഹ്റാമിലായിരുന്നു. ഉംറ തവാഫ് നിർവഹിച്ച് സഅയൊക്കെ നിർവഹിച്ച് ഹറമിൽ വെച്ച് നോമ്പ് തുറന്നതിന് ശേഷം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ജന്നത്തുൽ മുഅല്ലയിൽ റഹ്മാൻ ബാഫഖി തങ്ങൾ, സയ്യിദത്തുന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, ആ മഹദിയുടെ ചാരത്താണ് ബാഫഖി തങ്ങളടക്കം നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മുൻകാലങ്ങളിൽ മരിച്ചുപോയ ആളുകളൊക്കെ അവിടെയാണ് മറവ് ചെയ്തിരുന്നത്. ഇപ്പോൾ ശറായ എന്ന് പറയുന്ന ഭാഗത്താണ് മറവ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ അവസരം കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. എപ്പോഴാ യാത്ര എന്ന് നമുക്കറിയില്ല. പല പദ്ധതികളും പ്ലാനുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോരുത്തരുടെയും ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ നീണ്ട ആഗ്രഹത്തെ എപ്പോഴാണ് മുറിച്ചുകൊണ്ട് മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വരിക എന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ത്വാഅത്തിൽ പൊരുത്തത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര ആയുസ് കിട്ടിയാലും ഒരിക്കൽ നമ്മളൊക്കെ യാത്ര പോവേണ്ടവരും. ആ യാത്ര അല്ലാഹു തആല ഖൈറായ സമയത്ത് ഖൈറായ അമൽ ചെയ്തുകൊണ്ട് നമ്മുടെ ദുന്യവിയായ ജീവിതത്തിന്റെ ബാധ്യതകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടായി ഖൈറാക്കി തരുമാറാവട്ടെ. അപ്പൊ അതിലേക്കുള്ള ആ യാത്രക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളും അതിലേക്കുള്ള ഒരു സമ്പാദ്യവുമാണ് ഇത്തരം മജ്‌ലിസുകളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുക എന്നത്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഈ മാസം മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൽബിൽ ഒരു അല്പം സ്നേഹമെങ്കിലുള്ള ആളുകളൊക്കെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുന്ന, അവിടുത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ ഗുണഗണങ്ങൾ പറയുന്ന മൗലിദിന്റെ സദസ്സുകളിൽ എത്തിച്ചേരും. അവിടെ പോയിരിക്കും. അതിനൊരു വിഷമവും ഒരു പ്രയാസവും അവർക്ക് ആർക്കുണ്ടാവുകയില്ല. എന്താണ് അതിന് കാരണം? അത് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഓ നബിയേ, അങ്ങ് ലോകത്തോട് പറയുക, എന്താണ് അങ്ങ് വിളംബരം ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടുന്ന ഉണ്ടാക്കുന്ന മജ്‌ലിസുകൾ, സദസ്സുകൾ എല്ലാം അത് ഖൈറായ മജ്‌ലിസാണ്, ഖൈറായ ഒരുമിച്ച് കൂടലാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഫضل കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കണം. അല്ലാഹുവിന്റെ ഫضل വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അവതീർണമായ റമളാൻ മാസം മുഅ്മിനീങ്ങളുടെ സന്തോഷത്തിന്റെ മാസമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ, ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ റഹ്മത്ത് ഏതാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്തിന്, പ്രപഞ്ചത്തിന് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ റഹ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ആ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനായി വന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കണം, ഫضل കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കണം. റഹ്മത്ത് അല്ലാഹുവിന്റെ ഹബീബാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഹബീബിന്റെ മാസം വരുമ്പോൾ വലിയ സന്തോഷമാണ്. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ ഹബീബിന്റെ ഗുണഗണങ്ങളും മൗലിദുമൊക്കെ ഓതുന്ന സദസ്സിൽ നമ്മൾ പോകും. റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ കേൾക്കും, അത് പറയും, അത് പാടും. ഇതൊക്കെ ലോകത്ത് ആദ്യം കേൾപ്പിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ലോകത്തിന് ആദ്യമായി കേൾപ്പിക്കുന്നത്. നബി തങ്ങൾ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഭൂജാതനാകുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ ആദ്യമായി സൃഷ്ടിച്ചത് അവന്റെ നൂർ, ഹബീബിന്റെ നൂറാണല്ലോ അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത്. ഇന്ന് നമ്മളിവിടെ ഓതിയ മങ്കൂസ് മൗലൂദ് നമ്മുടെ കേരളക്കാരനായ മഹാനായ ഇമാം സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങൾ രണ്ടാമൻ 400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനവറുകൾ രചിച്ച മൗലിദാണ് മങ്കൂസ് മൗലൂദ്. അത് പഴയ കാലത്തൊക്കെ അറബികൾക്കിടയിലുള്ള പതിവ്. മൗലിദ് എന്ന് പറയുന്നത് അതിന്റെ സദസ്സിൽ അവർ ഇരുന്ന് കഴിഞ്ഞാൽ, മൗലിദ് ഓതാനിരുന്നാല് നമ്മളെ പോലെ സമയമൊന്നും നോക്കാറില്ല. മണിക്കൂറുകൾ നീണ്ട മൗലിദായിരിക്കും. ഇശാ നിസ്കാരം കഴിഞ്ഞിരുന്നാല് സുബഹിയോടടുക്കുന്ന സമയം വരേക്കും അവര് മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സദസ്സുകൾ ഇവിടെ ധാരാളമുണ്ട്. റാഷിദിയിലേക്ക് എന്റെ ഒരു സഹോദരൻ ക്ഷണിച്ചു. ഇശാ നിസ്കാരം കഴിഞ്ഞ് 8 മണിക്ക് മൗലിദ് തുടങ്ങിയാൽ നിങ്ങൾ വരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. 2 മണി വരേക്ക് ഇരിക്കണം. അതുവരേക്കും ഓരോ ആളുകളും റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള മദ്ഹുകൾ ഇങ്ങനെ പറയും. അപ്പൊ അതിന്റെ ഇടയിൽ ബൈത്തുകൾ ചൊല്ലും. ഇങ്ങനെ ആ സദസ്സ് നീണ്ടുപോകും. അത് മുത്തവ്വലായ നീണ്ട ദീർഘമായ മൗലിദുകളാണ്. ആ മൗലിദിനെ ചുരുക്കിയതാണ് മങ്കൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുബ്ഹാന മൗലിദിൽ നിന്നൊക്കെ ചുരുക്കപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ്. അതിന്റെ തുടക്കം തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തുടങ്ങിയത് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വൽ قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മഹാനവറുകൾ തുടങ്ങിയത് എങ്ങനെയാണ്? സുബ്ഹാൻ എന്ന പദത്തോടു കൂടിയാണ്. ഈ സുബ്ഹാനല്ലാഹ് എന്ന പദം നമ്മൾ ഉച്ചരിക്കുക. ലോകത്ത് വലിയ അത്ഭുതങ്ങളും വലിയ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ട്. ഈ ശൈലി ലോകത്തെ പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലോകത്ത് പ്രപഞ്ചത്തിൽ നടന്ന ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ. വിശുദ്ധ മക്കയുടെ ഹറമിൽ നിന്ന് ഫലസ്തീനിൽ കിടക്കുന്ന മസ്ജിദുൽ അഖ്സായുടെ ഹറമിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല കൊണ്ടുപോകുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ ഖുറൈശികൾ രാത്രി സമയത്ത് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം മക്കയിലുണ്ട്. സുബൈയുടെ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുണ്ട്. അതിന്റെ ഇടയിൽ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോയി സറൈത മിൻ ഹറമി
سيلا إلى حرمي كما سار البدر في تاج من الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وبك ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي وأنت تخترق سبع طباق بهم في موكب كنت فيه صاحب العالم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ബുർദായിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന സംഭവം വിശുദ്ധ മക്കയുടെ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായുടെ ഹറമിലേക്ക് അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിലെ യാത്ര 3 മാസക്കാലത്തെ വഴി ദൂരമുണ്ട്. തിരിച്ചു വരാനും 3 മാസം 6 മാസക്കാലം എടുക്കും. അന്ന് ഖുറൈശികൾ ഒരു സംഘമായി അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്ക് അത്രയും ദൈർഘ്യമുള്ള മസ്ജിദുൽ അഖ്സായുടെ ഹറമിലേക്ക് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോയത് ഒരൊറ്റ രാത്രിയിലാണ്. ഒരൊറ്റ രാത്രി എന്ന് പറഞ്ഞാൽ അന്ന് മക്കയിലുള്ള ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ മക്കയിലുണ്ട്. അവരെഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ മസ്ജിദുൽ അഖ്സ മാത്രമല്ല, അവിടെ നേരെ ആകാശങ്ങളും കടന്ന് അല്ലാഹു തആല കണക്കാക്കിയ പ്രദേശങ്ങളിലൊക്കെ പോയി അല്ലാഹുവിനെ കണ്ടു റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു വരികയാണ്. ആ അത്ഭുതകരമായ യാത്രയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ച ശൈലി എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആ വലിയ സംഭവം അല്ലാഹു പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുമ്പോൾ അല്ലാഹു തുടങ്ങിയത് സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കം തന്നെ തുടങ്ങിയത് സുബ്ഹാൻ സുബ്ഹാൻ എന്ന പദത്തോടെയാണ്. അല്ലാഹു തആല തന്നെ അവന്റെ പരിശുദ്ധതയെ വാഴ്ത്തിക്കൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത്. ലോകത്തെ വലിയ അത്ഭുതങ്ങൾ വിവരിക്കുമ്പോൾ അവിടെ സുബ്ഹാനല്ലാഹ് എന്ന പദം കൊണ്ടുവരുന്നു. എങ്കിൽ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ ഏറ്റവും മഹാത്ഭുതം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവാണ്. ആ വരവിനെ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരാമർശിക്കുമ്പോൾ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ റബീഉൽ അവ്വലിൽ ഉദിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. എന്തിനെയാണ് അവൻ ഉദിപ്പിച്ചത്? ഖമറ നബിയിൽ ഹുദാ, സന്മാർഗ്ഗത്തിന്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഉദിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ ഉദിക്കുക എന്ന് പറയുന്ന സാധനം ഏതാണ്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളൊക്കെ ഉദിക്കുന്നതല്ലേ. അപ്പൊ ഉദിക്കണമെങ്കിൽ അതെന്ത് വേണം? ഇപ്പൊ സൂര്യൻ ഉണ്ടോ ഇല്ലേ? സൂര്യൻ ഇല്ലേ? ഉണ്ട്, പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്നില്ല. എന്തായി? അസ്തമിച്ചു. പക്ഷെ സൂര്യനുണ്ട്. ഇനി അത് പ്രഭാതത്തിൽ ഉദിക്കുന്നതായി നമ്മൾ കാണും. അപ്പൊ ഉള്ള ഒരു സാധനമാണ്, നേരത്തെ ഉള്ള ഒരു സാധനമാണ് എന്ത് ചെയ്യുക? ഉദിക്കുക. പുതിയതായിട്ട് ഉണ്ടാകുകയല്ല, പിന്നെ നേരത്തെ ഉള്ള ഒന്ന് ഉദിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗ്ഗത്തിന്റെ നബിയാകുന്ന റസൂലുള്ളാഹി തങ്ങളെ ഉദിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലെ, അല്ലാഹു തആല ഉദിപ്പിച്ചു. അപ്പൊ ആ വലിയൊരു സംഭവത്തെ മഹാനവരങ്ങളിൽ അത്ഭുതകരമായി സുബ്ഹാനല്ലാഹ് എന്ന പദത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളാകുന്ന ആ തങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായത്? നേരത്തെ ഉണ്ടാവണം, ഉദിക്കേണ്ട അതാണെങ്കിൽ നേരത്തെ ഉണ്ടാവണം. അപ്പൊ എവിടെയായിരുന്നു? فأوجد نوره قبل خلق العالم وسماه محمدا. ഈ പ്രപഞ്ചത്തെ അതിലെ സകല ചരാചരങ്ങളെയും
പ്രപഞ്ചമെന്നത് ഈ കാണുന്ന ഭൂമി മാത്രമല്ല, അതിന്റെ ചുറ്റുഭാഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങള്, ചന്ദ്രന്, മറ്റു ഗാലക്സികള്, എല്ലാ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ ആദ്യം സൃഷ്ടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. ആ നൂറാണ് പിന്നീട് ആ നൂറ് ഈ പ്രപഞ്ചത്തിലെ ഒരു മനുഷ്യനായി ഭൂജാതനാവാനിരിക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ പര്യാപ്തമായ തരത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും അല്ലാഹു തആല ഉണ്ടാക്കി. അതിനെല്ലാം ഒരുക്കി വെച്ചു. എല്ലാം തയ്യാറായപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിലേക്ക് ഇറക്കിയത്. അപ്പൊ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനായി വരുന്നതിന്റെ മുമ്പ് തന്നെ ആ ഹബീബിന്റെ മധുരകളും ഗുണങ്ങളും അവിടുത്തെ വിശേഷണങ്ങളും മൗലിദുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും, ഓരോ ജീവജാലങ്ങളെയും, ജീവനില്ലാത്ത വസ്തുക്കളെയും മലക്കുകളടക്കം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു ആ ഹബീബിനെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തിലേക്ക് ഇറക്കിയ, മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ 100 ഏടുകളുണ്ട്, 4 കിതാബുകളുണ്ട്. 4ാമത്തെ കിതാബ് റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയതാണ്. അതിന്റെ മുമ്പ് ഈ പ്രപഞ്ചത്തിൽ 3 കിതാബുകൾ വന്നിട്ടുണ്ട്. തൗറാത്ത് പരിശോധിച്ചാൽ, സബൂർ പരിശോധിച്ചാൽ, ഇൻജീൽ പരിശോധിച്ചാൽ അതിലെല്ലാം റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകളും മൗലിദും ധാരാളം കാണാം. മഹാനായ ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ശീസ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൽകിയ 100 ഏടുകളുണ്ട്. ആ ഏടുകളിലുടനീളം അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകളാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ ലോകത്തിന് ആദ്യം റസൂലുള്ളാഹിന്റെ മദ്ഹ് ഓതി കേൾപ്പിച്ചത്, പറഞ്ഞു കൊടുത്തത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. എന്നിട്ട് ആ റബ്ബ് നമ്മളോട് വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ആ ഹബീബിനെ കൊണ്ട് നിങ്ങളും സന്തോഷം പ്രകടിപ്പിക്കണം. ആ സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബത്ത് മുഴുവനും ആ സന്തോഷം പ്രകടിപ്പിച്ച ആളുകളാണ്. അവരെപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ കാണുമ്പോൾ തങ്ങളുള്ള സദസ്സാവട്ടെ ഇല്ലാത്ത സദസ്സാവട്ടെ തങ്ങളുടെ മദ്ഹ് പാടുകയും പറയുകയും ചെയ്യുന്നവരായിരുന്നു. വിശുദ്ധ മദീന മുനവ്വറയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ തങ്ങളെ പുകഴ്ത്തി മദ്ഹ് പാടുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അവരാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കയറി നിന്ന് പാടാൻ മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. മഹാനായ ജിബ്രീലിനെ കൊണ്ട് എന്റെ ഹസ്സാന് നീ ശക്തി പകരണം അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ കവികളൊക്കെ റസൂലുള്ളാഹിനെ അവിടുത്തെ മുമ്പിൽ തന്നെ വന്ന് പുകഴ്ത്തി മദ്ഹ് പാടിയ ആളുകളാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചാൽ എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുക? ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാം. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ പ്രാമാണികമായി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥം ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. അതിലെ ഒരൊറ്റ ഹദീസും ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. അതിലൊരു സംഭവം മഹാനവറുകൾ പറയുന്നുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ ഒരിക്കൽ സ്വപ്നം കാണുകയാണ്. മഹാന്മാരെ സ്വപ്നം യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ ഈ സംഭവം അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവായിരുന്ന അബൂലഹബ് മരണപ്പെട്ടു പോയി. അയാൾ നരകത്തിന്റെ അടിത്തട്ടിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം ഇറങ്ങിയത്, സൂറത്തുൽ മസദ്. തബ്ബത് യദാ
أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അബൂ ലഹബ് നരകത്തിന്റെ അടിത്തട്ടിൽ കഠിന ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. അയാളുടെ മക്കളോ സന്താനങ്ങളോ ആരും അയാൾക്ക് നാളെ ആഖിറത്തിൽ ഉപകരിക്കുകയില്ല. ഒരാളും അയാളെ രക്ഷപ്പെടുത്താനില്ല. അങ്ങനത്തെ അബൂ ലഹബ് മരിച്ചതിന്റെ ശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അയാളെ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോഴും ഭയവിഹലനായി പേടിപ്പെടുത്തുന്ന ഭയന്ന് പേടിച്ച് വിഷമിച്ചുകൊണ്ടാണ് അബൂ ലഹബിനെ കാണുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങൾ പിരിഞ്ഞതിന്റെ ശേഷം നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അബൂ ലഹബ് പറഞ്ഞു, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. എന്റെ അവസ്ഥ നിങ്ങളോട് വിവരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അബൂ ലഹബ് പറയുകയാണ്, പക്ഷേ എനിക്ക് എല്ലാ തിങ്കളാഴ്ച ദിവസവും ഒരു ആശ്വാസമുണ്ട്. എന്താണ് നിനക്ക് ആശ്വാസം? അബൂ ലഹബ് പറയുകയാണ്, ഞാൻ നരകത്തിന്റെ അടിത്തട്ടിലാണെങ്കിലും എന്റെ വിരലുകൾക്കിടയിലൂടെ മധുരമുള്ള ഒരു പാനീയം എനിക്ക് കുടിക്കാൻ ലഭിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും മധുരമുള്ള ഒരു പാനീയം എനിക്ക് കുടിക്കാൻ ലഭിക്കും. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നരകത്തിന്റെ അടിത്തട്ടിൽ അങ്ങനെ ഒരു ആശ്വാസം നിനക്കുണ്ടോ? മധുരമുള്ള വെള്ളം കുടിക്കാൻ കിട്ടുകയോ? അതെന്താണ് കാരണം? കാഫിറിന്റെ അമലുകളൊന്നും എന്ത് നന്മ ചെയ്താലും കാഫിറിന് അല്ലാഹു തആല സ്വീകരിക്കൂല. പിന്നെ നിനക്കെന്തുകൊണ്ട് കിട്ടി? അബൂ ലഹബ് പറയുകയാണ്, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കുന്ന ദിവസം ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രസവവേദന വന്നപ്പോ അബൂ ലഹബിന്റെ അടിമ സ്ത്രീയാണ് സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ മഹദിയെ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക്, ആമിന ബീവിയുടെ വീട്ടിലേക്ക് ഖിദ്മത്തിന് അയച്ചു. അബൂ ലഹബ് ആമിന ബീവിക്ക് ഖിദ്മത്ത് എടുത്തു പ്രസവവേദന വന്നപ്പോൾ. അങ്ങനെ തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് വന്നപ്പോൾ ഭുജാതനായപ്പോ ആ സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ ഓടി വരികയാണ്. വന്നിട്ട് അബൂ ലഹബിനോട് പറയുന്നു, യജമാനനേ, നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാഹ്ക്ക് നല്ല ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. അബൂ ലഹബ് പറയുന്നു, എന്നോട് എന്റെ അടിമ സ്ത്രീ ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. എന്റെ അനിയൻ ആൺകുട്ടി ഉണ്ടായല്ലോ, അനിയൻ നേരത്തെ മരിച്ചുപോയതാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ ഈ വാർത്ത എന്നോട് പറഞ്ഞ എന്റെ അടിമ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ഇനി മുതൽ നീ അടിമയല്ല, നിനക്ക് പോവാം, നീ സ്വതന്ത്രയാണ്, നിനക്ക് പോവാം. ഞാൻ അവളെ മോചിപ്പിച്ചു. അബൂ ലഹബ് പറയുന്നു, അന്നത്തെ ആ തിങ്കളാഴ്ച ദിവസം ആ കുട്ടിയുടെ ജനനത്തിന് ഒരു പ്രാവശ്യം സന്തോഷിച്ചതിന്റെ പേരിലാണ് എനിക്ക് നരകത്തിന്റെ അടിത്തട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ മധുരമുള്ള ഒരു വെള്ളം അല്ലാഹു തആല തരാൻ കാരണമെന്ന് അബൂ ലഹബ് പറഞ്ഞെങ്കിൽ ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ലോകപ്രശസ്ത പണ്ഡിതനാണ്. 3 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമുള്ള ഈജിപ്തിലെ ഇമാം ഷാഫി തങ്ങളുടെ ദർഗക്ക് അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് അൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി എന്ന കിതാബിൽ ഈ ഹദീസിന്റെ വിശദീകരണം അദ്ദേഹം ചോദിക്കുകയാണ്. നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ശക്തമായ ശിക്ഷ അനുഭവിക്കുന്ന കാഫിറായ അബൂ ലഹബ് റസൂലുള്ളാഹി തങ്ങളുടെ ജനന ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ നരകത്തിന് ഇങ്ങനെ ഒരു ആശ്വാസം അയാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മുവഹ്ഹിദായ ഒരു മനുഷ്യൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൽബിൽ ഹുബ്ബുള്ള മനുഷ്യൻ, റസൂലുള്ളാഹി തങ്ങളോട് ഇഷ്കുള്ള ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം വരുമ്പോ അന്ന് സന്തോഷം പ്രകടിപ്പിച്ചാൽ അതെങ്ങനെയാണ് തെറ്റാവുക? അതെങ്ങനെയാണ് പ്രതിഫലമില്ലാത്ത ഒരു അമലായി മാറുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറിന് അതുകൊണ്ട് ഗുണം കൊടുത്തെങ്കിൽ മുഅ്മിൻ
മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷിക്കുമ്പോ വല്ലാത്ത പ്രതിഫലം തരികയില്ലേ? അത് അധികം പറയേണ്ടതുണ്ടോ എന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്. ഇതിന്റെ വിശദീകരണത്തിൽ മഹാനവറുകൾ പറയുകയാണ്, അപ്പൊ ഈ മഹാന്മാരും മഹത്തുക്കളുമൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം അന്ന് അതിൽ ആ ദിവസത്തിൽ സന്തോഷിച്ചാൽ, സന്തോഷം പ്രകടിപ്പിച്ചാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിലൂടെ ഒന്നും നമ്മൾ ആഘോഷിക്കണ്ട, ഒരാളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് ആഘോഷിക്കണ്ട. റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പറയാൻ, റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. സ്വന്തം ശരീരത്തെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാൾ, എല്ലാവരെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ ഹുബ്ബ് വെക്കുന്നത് വരെ, സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്കാർക്കും വിശ്വാസിയാവാൻ പറ്റില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കണമെങ്കിൽ ആ റസൂലുള്ളാഹിനെ നമ്മൾ പഠിക്കണം. ആദ്യം റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. റസൂലുള്ളാഹിനെ പഠിക്കാനും മനസ്സിലാക്കാനും അവിടുത്തെ ചര്യകൾ തുടരാനും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് അവിടുത്തെ ജന്മദിനത്തിന്റെ മാസം വരുമ്പോൾ. അതിനെ പറ്റിയ ഒരു നല്ല അവസരമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നിങ്ങളോടൊക്കെ എനിക്ക് ഉണർത്താനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ അവിടുത്തെ സുന്നത്തുകളൊക്കെ ഫോളോ ചെയ്യണം. സുന്നത്തുകൾ നമ്മൾ തുടരണം. ജീവിതത്തിൽ നമ്മളത് പകർത്തണം. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ തങ്ങളെ അവരോട് പറയണം. അല്ലാഹുവിനെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യാൻ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, തുടരണം. എന്ത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന പഠിപ്പിച്ച എല്ലാ സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അവിടുത്തെ ജീവിതം അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. എന്നാലേ നമുക്ക് അല്ലാഹുവിന്റെ ഹുബ്ബ് കിട്ടുകയുള്ളൂ, അല്ലാഹ് നമ്മളെ സ്നേഹിക്കുകയുള്ളൂ, റസൂലുള്ളാഹി തങ്ങളുടെ ഹുബ്ബും സ്നേഹത്തിലേക്ക് നമ്മൾ അടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിട്ടേച്ചു പോകുന്ന ഒരുപാട് സുന്നത്തുകൾ ഞാൻ പല മജ്‌ലിസിലും സദസ്സിലൊക്കെ പറയാറുണ്ട്. നമ്മൾ പള്ളിയിലേക്കൊക്കെ കയറുമ്പോ വലത്തേ കാലം മുന്തിച്ചു വെച്ച് കയറണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താ. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇടത്തേ കാലം മുന്തിക്കണം. മലമൂത്ര വിസർജനത്തിന് കയറുമ്പോ ഇടത്തേ കാലം ആദ്യം വെക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ വലത്തേ കാല് വെച്ചിട്ട് ഇറങ്ങണം. ചെരുപ്പ് ധരിക്കണം, തല മറക്കണം, ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണം. ഇങ്ങനെയൊക്കെയുള്ള സുന്നത്തുകൾ വളരെ സിമ്പിളാണ്. ജീവിതത്തിൽ പകർത്താൻ ഒരു വിഷമമില്ല, അല്ലേ? എന്തായാലും ഒരു കാര്യങ്ങൾ മുമ്പിൽ വെക്കേണ്ട ആദ്യം അത് നമ്മൾ ശ്രദ്ധിക്കാം. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തെ തന്നെ ഇറക്കാൻ, പുറത്തേക്ക് വരുമ്പോ ഇടത്തേതാണ് ഞാൻ മുന്തിച്ചത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സുന്നത്തുകൾ പലതും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്ന് എല്ലാവരും ഉണർത്താനുള്ളത്, ഭക്ഷണത്തെ നമ്മൾ കഴിക്കുന്ന അവസരത്തിൽ വെള്ളം കുടിക്കുമ്പോ പല ആളുകളും ഇടത്തെ കൈ കൊണ്ടാ കുടിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം നിരോധിക്കുന്ന സംഗതിയാണ് ഇടത്തെ കൈ കൊണ്ട് തിന്നുക, കുടിക്കുക എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആൾക്കാരോട് പറഞ്ഞ അവര് പറയും, കൈമത്തെ കറി ഏതിലാകും? ഗ്ലാസ്മലാകും. ഭയങ്കര വേദന. എന്നാ ഇവര് കഴിച്ച ഈ പ്ലേറ്റിൽ കുറെ കറി, ഭക്ഷണം കൂടെ പെരിഞ്ഞ് ആകെ വൃത്തിയാടാക്കി ഒരു പ്രശ്നമായിരിക്കും ഇല്ല. ആ പ്ലേറ്റ് കഴുകുമ്പോൾ തന്നെ ഗ്ലാസും കഴുകില്ല. എന്നിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒരു സുന്നത്ത് എടുത്ത് തോന്നാൻ വേണ്ടി അടുത്തേ കൈ കൊണ്ട് പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് തട്ടുകൊണ്ടു. അത് പിടിക്കലല്ല. എന്താ വലത്തെ കൈ കൊണ്ട് തന്നെ അത് പിടിച്ചാലുള്ള പ്രശ്നം? പല ആളുകളും അതൊരു വല്ലാത്തൊരു സബുഴക്കാത്തായി കഴിഞ്ഞിട്ടും കാണുന്നത്. കുട്ടികളോടൊക്കെ അടുത്തും കൂട്ടുന്നു പറയും, മറ്റേ കൈ കൊണ്ട് പിടിക്കടാന്ന് പറയും, അല്ലേ? കറിയാവുന്ന പറയും. കുട്ടി പാത്രം ഇങ്ങനെ പെരക്കി വൃത്തിയാടാക്കിയിട്ട് പോയ ആർക്കും ഒരു പ്രശ്നമല്ല. നമ്മളോടൊക്കെ തിന്നാൻ വേണ്ടി പഠിപ്പിച്ച രീതിയുണ്ട്, ഒരു മട്ടമുണ്ട്. ഭക്ഷണമൊന്നും ഒരു വറ്റും പോലും ബാക്കിയാവാതെ, ഭക്ഷണത്തിന്റെ ഒരവശിഷ്ടം കഴിച്ച പ്ലേറ്റിൽ ബാക്കി വരാതെ ശരിക്കും പഠിച്ച് വൃത്തിയാക്കി കഴിക്കണം. വിരലുകളൊക്കെ ഊമ്പണം. അതിന്റെ ശേഷം ഗ്ലാസ് പിടിക്കുമ്പോൾ അതിലൊന്നും ആവൂല. ഇനി ആയാൽ തന്നെ പ്ലേറ്റ് കഴുകുമ്പോൾ അത് കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇല്ലേ? പിന്നെ എന്താ പ്രശ്നം? ഇത് ഇങ്ങനെ ഒരു ശീലം വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയാലും
അതുപോലെ തന്നെ മറ്റു കുപ്പിയായാലും ഒക്കെ എടുത്തുകൊണ്ടേ എല്ലാവരും പിടിക്കുന്നത്. അതിന് ആവുന്നു. എന്താ പ്രശ്നം? അപ്പൊ ഞാനിത് ഉണർത്തിയത്, ഈ ഒരു മാസം റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും നബിതങ്ങളുടെ മദ്ഹുകൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബിതങ്ങൾ പഠിപ്പിച്ച ഇത്തരം സുന്നത്തുകൾ പലതും നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുനടക്കുക. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയ സുന്നത്താണ് നിസ്കാര സമയങ്ങളിൽ ഖുർആൻ ഓതാനിരിക്കുമ്പോഴൊക്കെ ഒന്ന് മിസ്വാക്ക് ചെയ്യണം, ഒരു ബ്രഷ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു സുന്നത്ത് നമ്മൾ ആരും എടുക്കാറില്ല. ഒന്നും എടുക്കുമ്പോൾ നമ്മൾ വാക്കുകൾ ചിലപ്പോൾ മിസ്വാക്ക് ചെയ്തായിരിക്കും. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു അസൽ സുന്നത്ത് കിട്ടാൻ ഒരു അറാഖിന്റെ പുള്ളി അല്ലെങ്കിൽ ഒരു കഷ്ണം ഒരേമുള്ള ഒരു സാധനം നമ്മുടെ പോക്കറ്റിലെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ബ്രഷ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായാൽ ഒരുപാട് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതിലൂടെ പരിഹാരം ഉണ്ടാകും. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകളൊക്കെ ഒഴിവാക്കിയതാണ് ഇന്നത്തെ ഈ സമൂഹത്തിന്റെ, നമ്മുടെ ഈ സമുദായത്തിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം. നമ്മൾ മറ്റുള്ളവർക്ക് ഇടയിൽ നിന്യരായി കഴിയേണ്ടത്, പേടിച്ചുകൊണ്ട് കഴിയേണ്ടുന്ന ഒരു അവസ്ഥ ലോകത്തിന്റെ വരാനുള്ള കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ചര്യകള് നമ്മൾ ഒഴിവാക്കിയതാണ്. ആ ചര്യ ആദ്യ കാലഘട്ടത്തിലെ ആളുകൾ എണ്ണത്തിൽ വളരെ കുറവായ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളെ 100% ഇത്തിബാ ചെയ്തപ്പോ, ഫോളോ ചെയ്തപ്പോ വലിയ വലിയ സമൂഹത്തിന്റെ ഇടയിൽ വമ്പിച്ച വിജയങ്ങൾ അവർ കൈവരിച്ചു. ഇല്ലേ? യൂറോപ്പ് മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യം വരേക്കും, റഷ്യ അടക്കമുള്ള വലിയ വിശാലമായ ഭാഗങ്ങളിൽ ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ കൈകളിൽ വന്നു. അത് വെറുതെ വന്നതല്ല. സലാം ജിസ്കെ നാം ലേക്കർ മുസ്തശേദായി ഉൽട്ട് ദേത്തെ തഖ്തേ ഖൈസരിയത്തെ ഔജദായി. ഹസീബ് എന്ന കവി അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ഇങ്ങനെ പാടിയപ്പോൾ അയാളത് ആ നയത്തെ അയാൾ ഇങ്ങനെ സമാപിപ്പിച്ചത്, അവസാനിപ്പിച്ചത് സലാം ആ പ്രവാചകരിൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന്റെ ആ പ്രവാചകരുടെ അനുയായികൾ, അവിടുത്തെ സ്നേഹിച്ച ആളുകൾ, അവിടുത്തെ ജീവിതം മുഴുവനും സ്വന്തം ജീവിതത്തിൽ പകർത്തിയപ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെയും പെർഷ്യൻ സാമ്രാജ്യത്തിന്റെയും കോട്ടക്കൊത്തളങ്ങളെ മുഴുവനും വിറപ്പിച്ച് അവരുടെ പതാകകൾ, അവരുടെ കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കി അവിടുത്തെ ഇസ്ലാമിന്റെ കൊടി മാറി പറത്താൻ അള്ളാഹുവിന്റെ മെഹബൂബികൾക്ക്, ഹബീബിന്റെ മെഹബൂബികൾക്ക് സാധിച്ചത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇത്തിബായിരുന്നു, സ്നേഹമായിരുന്നു. എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ തയ്യാറായാൽ എവിടെയും നമുക്ക് രക്ഷപ്പെടാവാം. നിങ്ങൾക്ക് തന്നെയാണ് ലോകത്ത് എന്നും ഇസ്സത്ത്, അന്തസ്സ്, ഉന്നതി. പക്ഷേ നിങ്ങൾ വിശ്വാസികളാവണം, യഥാർത്ഥ വിശ്വാസമുള്ളവരാകണം. അത് റസൂലുള്ളാഹി തങ്ങളെ ഇത്തിബാഅ് ചെയ്യാതെ ആ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഹബീബിനോടുള്ള ഹുബ്ബും ഇഷ്കും ഒക്കെ നമ്മുടെ കൽബിലുണ്ടാകുമ്പോൾ നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് വിശുദ്ധമായ മക്കയുടെ ഹറമിൽ നമ്മൾക്ക് പോവാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാവട്ടെ. അറബിൽ വെച്ച് നിസ്കരിച്ചാൽ, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ കൂലി ആണ്, അല്ലേ? എന്നാ മദീനത്തെ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചാലോ ഒരു റക്അത്ത് മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ എത്ര കൂലി കിട്ടും? 10,000 കൂലി കിട്ടുന്നത്. 90,000 കൂടുതൽ എവിടെയാണ്? മക്കത്തെ പള്ളിയിലാണ്, അല്ലേ? പക്ഷേ മക്കത്തെ പള്ളിയിൽ നിന്ന് നമ്മൾ മദീനയിലേക്ക് പോകുന്നു. എന്തിനാണ്? ഈ 10,000 കൂലി കിട്ടാനാണോ? അല്ല, നമുക്ക് ഈ 1,00,000 കൂലി തന്നെ കിട്ടുമെന്നോ അല്ല ഓർമ്മോ? നമ്മൾ നിസ്കരിച്ച ആ ഒരു നിസ്കാരമുള്ള കബൂലാക്കിയെങ്കിലാണ് 1,00,000 കൂലി തരിക. പക്ഷേ മദീനയിലേക്ക് നമ്മൾ എത്തുന്നത് എന്തിനാണ്? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, മൻസാറ ഖബരി വജബത് ലഹു ശഫാഅതി.
എന്റെ മരണശേഷം ആരെങ്കിലും എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ, എന്നെ സന്ദർശിച്ചാൽ എന്റെ ശഫാഅത്ത് അവന് നിർബന്ധമായി. നാളെ നമുക്ക് ആ ശഫാഅത്ത് ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മുടെ അമലുകളൊക്കെ സ്വീകരിച്ചു ഒരു ഉറപ്പും നമുക്കില്ല. നമ്മുടെ അമല് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന പ്രതീക്ഷയില്ല. പക്ഷേ നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള ഏക പിടിക്കാനുള്ള പിടിവള്ളി ഹബീബിന്റെ ശഫാഅത്താണ്. ഖയാമത്ത് കെ ശാനെ ശഫാഅത്ത് तो देखो, क़यामत के शाने शफाअत तो देखो, कब पकड़ा खुदा और चढ़ाए मोहम्मद, कब पकड़ा खुदा और चढ़ाए मोहम्मद. ഖിയാമത്ത് നാളിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നിങ്ങൾക്ക് കാണണോ? ഒരാളെ ശിക്ഷിക്കാൻ അല്ലാഹു തആല പിടിക്കുകയാണ്, നരകത്തിലേക്ക് ഇടാൻ പിടിക്കുമ്പോ അവരുടെ ഇടയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് അയാളെ രക്ഷപ്പെടുത്തുന്നു. പടച്ചവനെ, നീ അവനെ നരകത്തിലേക്ക് ഇടല്ല അല്ലാഹ്. അവനൊരിക്കലെങ്കിലും ഹുബ്ബോടെ ഇഷ്ടോടെ എന്നെ സിയാറത്ത് ചെയ്തവനാണ്. അല്ലെങ്കിൽ അവന് പറ്റിയില്ല എങ്കിലും എന്നെ സ്നേഹിച്ചുകൊണ്ടൊരു വട്ടമെങ്കിലും എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവനാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്റെ മദ്ഹ് പറയുന്ന മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവനാണ്. അങ്ങനെ ശഫാഅത്തിന് അർഹരാകുന്ന പണികൾ നമ്മൾ ചെയ്യണം. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഗ്ലനാ ഇൽബായാ സയ്യിദി ഖൈറൻ നബി വസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع المطهر والحبيب العربي. ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ആ ശഫാഅത്തിൽ നമ്മളെ അല്ലാഹു തആല ഒരുമിച്ച് കൊണ്ടുതരുമാറാവട്ടെ. ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഇരുലോകവും സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. കുറേ ബേജാറിലും വിഷമത്തിലും പ്രയാസത്തിലും കൊടുക്കിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകൾ പ്രവാസ ലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ദീനിൽ കുടുങ്ങിയവരുടെ എത്രയും പെട്ടെന്ന് അവർക്കൊരു ഫറജും മഖ്റജും അല്ലാഹു തആല നൽകുമാറാവട്ടെ. കള്ളക്കേസുകളിൽ നാട്ടിലും ഇവിടെയൊക്കെ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. അല്ലാഹു തആല അവരൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് ഇസ്സത്ത് അല്ലാഹു തആല നൽകുമാറാവട്ടെ. പരസ്പരം ഐക്യത്തോടെ, യോജിപ്പോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്മനസ്സും തൗഫീഖും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ഛിന്ന ഭിന്നമായി ഗ്രൂപ്പുകളായി പലതായി വിഭജിച്ച് ഭിന്നിച്ച് നമ്മുടെ ശക്തികളൊക്കെ ക്ഷയിച്ചുപോയി നമ്മൾ ഒന്നിനും കൊള്ളാത്ത ചപ്പുചവറുകളായി മലവെള്ളത്തിലൂടെ ഒലിച്ചു വരുന്ന ചണ്ടികളായി മാറാതെ ഇസ്സത്തുള്ള ഈമാനുള്ള എവിടെയും തലയെടുപ്പോടുകൂടി പ്രവർത്തിക്കാനും നിൽക്കാനും നിലകൊള്ളാനും നമ്മുടെ അവകാശങ്ങളൊക്കെ ആരുടെ മുമ്പിലും കൂസാതെ ചോദിച്ചു വാങ്ങാനും ഒക്കെയുള്ള ഹിമ്മത്ത് അല്ലാഹു തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നൽകുമാറാവട്ടെ. വലിയ ഇസ്സത്ത് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ കൈകളിലേക്ക് ലോകത്തിന്റെ അധികാരങ്ങൾ അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഒരു കാലത്ത് മുഅ്മിനീങ്ങളെ പേടിച്ചുകൊണ്ട് ലോകം മുഴുവനും കഴിഞ്ഞെങ്കിൽ ആ ഒരു ഇസ്സത്തിലേക്ക് അല്ലാഹു തആല നമ്മളെ എത്തിച്ചു തരുമാറാവട്ടെ. അതിനുവേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യാം. റസൂലുള്ളാഹി തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അല്ലാഹു തആല അതിനെ സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഈ മജ്ലിസിൽ നമ്മളിവിടെ ബന്ധപ്പെട്ട ധാരാളം ആളുകളുടെ കുടുംബക്കാരും മാതാപിതാക്കൾ, ഉസ്താദുമാരും, കൂട്ടുകുടുംബങ്ങൾ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ വലിയൊരു പണ്ഡിതനാണ് എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരപുത്തൂരും, അതുപോലെ ഞാൻ നേരത്തെ അനുസ്മരിച്ച ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജി, അതുപോലെ എന്റെയൊക്കെ ഒരുപാട് കാലം പഠിപ്പിച്ച വലിയൊരു മഹാനായ ഉസ്താദാണ് നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ ഉയർത്തുമാറാവട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് നമ്മളിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ പേരിൽ യാസീൻ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഇവിടുത്തെ പെരിയ ജാമിയ സൈദിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ബന്ധപ്പെട്ട ഒരു ആളായിട്ട് വരുന്ന ആളാണ് ഞാനിവിടെ. എന്ന പെരിയുള്ള ആളുകളുണ്ടാവും ഈ സദസ്സിൽ.
ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, നിങ്ങൾ കൊയിലാണ്ടിക്കാർക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് നന്ദി ദാറുസ്സലാം. നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള സ്ഥാപനമാണ്. ശംസുലമ മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരെയൊക്കെ നേതൃത്വം കൊടുത്ത അവരുണ്ടാക്കി പടുത്തുയർത്തുണ്ടാക്കിയ വലിയ സ്ഥാപനമാണ്. അപ്പൊ അതിന്റെ സഹായികളായി നിങ്ങളെല്ലാവരും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിന് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഇന്ത്യയുടെ വലിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ ഊട്ടി, ബീഹാർ, കശ്മീർ, ഡൽഹിയിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ 12 കൊല്ലക്കാലം പഠിച്ചൊരു സ്ഥാപനമാണ് ജാമിയ സൈദിയ എന്ന് പറയുന്ന സ്ഥാപനം. നാട്ടിലൊക്കെ വന്നാലും ആ വഴിക്കൊക്കെ വരുമ്പോ മാലിക് ദിനാറൊക്കെ സിയാറത്തിന് വരുമ്പോ നിങ്ങൾ അവിടെയും എന്ത് ചെയ്യണം, സിയാറത്തിനൊക്കെ വന്ന സ്ഥാപനമൊക്കെ വരണം, കാണണം. അതിനൊക്കെ സഹായിക്കുന്ന ധാരാളം ആളുകളുടെ കൂടെ ഉണ്ട്. ഞാനിപ്പോ ഒരു സദസ്സെന്ന് കഴിഞ്ഞിട്ട് വരികയാണ്. അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിലേക്ക് വേണ്ടിയിട്ട് പല ആളുകളും ആയിരിക്കും മറ്റൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ 200 ദിർഹം 300 ദിർഹം അങ്ങനെയൊക്കെ പലരും സഹായങ്ങൾ നൽകി അവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകുമാറാവട്ടെ. ഇന്നലെ രാത്രിയിൽ ബംഗ്ലാദേശുകാരുടെ വലിയൊരു കമ്മ്യൂണിറ്റി അജ്മാനില്, അപ്പൊ അവര് എല്ലാ കൊല്ലം റബീഉൽ അവ്വൽ പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കും. അപ്പൊ അവരിന്നലെ സാഹസിക്കുന്നപ്പോ മുമ്പ് എന്നപ്പോൾ അവരെല്ലാം സൈദിയക്ക് വേണ്ടിയിട്ട് വലിയ സഹായങ്ങൾ തന്നു. ഒരു ദ്വാരക്കുന്ന സദസ്സിലൊക്കെ കേരളക്കാര് ഇരുന്ന് ദ്വാരക്കുന്നതായി ഞങ്ങളാരും ദ്വാരക്കലില്ല, നിങ്ങളെ സദസ്സിൽ മജ്‌ലിസിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ ആ സാധുക്കളായ ആളുകളെ ഏൽപ്പിച്ച് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവർക്ക് നമുക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും അപൂർവ്വം നൽകുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ എത്തീംഖാനയിൽപ്പെട്ട വളരെ സാധുവായ ദഈഫായ ഒരു മനുഷ്യനുണ്ട്. ഉപ്പയൊക്കെ നേരത്തെ മരിച്ചുപോയി. രോഗിയായ ഉപ്പയും സഹോദരിമാരും കൊണ്ടൊക്കെ ഇങ്ങനെ ചെറിയൊരു കോട്ടേഴ്സിൽ കുടുങ്ങി താമസിക്കുന്ന ആരോ ഒരാള് 3 സെന്റ് സ്ഥലം അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. 3 സെന്റ് സ്ഥലം വളരെ ഉള്ള ഏരിയയിലാണ്. അപ്പൊ അവിടെ ഒരു പ്യൂണായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ ആർട്സ് കോളേജിന്റെ. ആ കുട്ടി എന്നോട് ഇപ്പൊ അടുത്ത കാലത്ത് ഉണർത്തി, ഉസ്താദേ ചെറിയൊരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട് വെക്കാമായിരുന്നു, ചെറിയൊരു തറ ഞങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു പൈസ. ഞാൻ ചോദിച്ചു എത്ര പൈസ വേണ്ടി വരും? അപ്പൊ കുട്ടി പറഞ്ഞു എന്നോട് കുറച്ചിങ്ങനെ ഏതോ കൂട്ടരെ കപ്പൂസ് പഠിച്ചപ്പോ അതിന്റെ മോളിലെടുത്ത ഷീറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പടുത്തുയർത്തിയാൽ ആ ഷീറ്റ് വിട്ടാല് ഒരു 50,000 ഉറുപ്പിക ആവുന്നതാണ് പ്രതീക്ഷ. 50,000 ഉറുപ്പിക ഇപ്പൊ വരെ ആവുന്ന ഒരു പ്രതീക്ഷ ഞമ്മക്കില്ല. കല്ലൊക്കെ വാങ്ങി പണിക്കാരി കൂടി കൂട്ടി വന്നാല്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അളിയന് തങ്ങളെ കല്യാണം കഴിച്ച ഒരു അളിയൻ സാധുവാണ്, രോഗിയാണ്. അയാള് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് അങ്ങനെ ഒരാൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ചെറിയൊരു വാർപ്പിടുകയാണെങ്കിൽ 2 ലക്ഷം രൂപ കൊണ്ട് ആവും എന്ന് അദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. ചെറിയ മട്ടത്തിലുള്ള ഒരു പേര, നമുക്ക് നാട്ടിലൊരു കമ്പോസ് കെട്ടാൻ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ വേണം. ചെറിയൊരു പേര ഇങ്ങനെ കയറി കൂടാന്. അപ്പൊ എന്നോട് വരുന്ന സമയത്ത് ആ സഹോദരൻ പറഞ്ഞിരുന്നു, ഞാനൊരു സാഹസികത്തിനെ പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാരൊക്കെ അതില് കാശ് തന്നിട്ടുണ്ട്. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു ഉംറക്ക് പോകുന്ന ഒരു ബസ്സിൽ പറഞ്ഞപ്പോ അവര് തന്നതാണ്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രയത്നിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ എന്നെ ഇവിടുത്തെ നിർവാലിയിലോ പള്ളിയിലോ അവിടെ ഇടയ്ക്കിലൊക്കെ വെച്ചൊക്കെ കാണുമ്പോ ഇൻഷാ അല്ലാഹ് തന്നാല് ചിലപ്പോൾ ഞാൻ മിക്കവാറും 29-ാം തീയതി നാട്ടിൽ പോകുന്നുണ്ട്. ചെറിയൊരു വീട് എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രയത്നിക്കണം. സാധുക്കൾക്ക് നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് ഇതാക്കിയാലും ചെയ്യും. പലതിനും വേണ്ടി നമ്മൾ പലതും ചെലവാകുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അവരൊക്കെ രക്ഷപ്പെടും. ഇത് ഈ സാഹസം ഞാൻ ഇവിടെ പറമ്പിച്ച് നിർവാഹം ചോദിച്ചിട്ടില്ല. ഞാൻ വന്നിട്ട് ഒരാൾ ഒന്ന് പിരിവെടുത്തിയാൽ പിന്നെ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാകും. ഇൻഷാ അല്ലാഹ് പിരിഞ്ഞ് പോകുമ്പോൾ കാര്യം താല്പര്യം ഉണ്ടെങ്കിൽ തന്നാൽ ഇൻഷാ അല്ലാഹ് തരാം. ഞാൻ അത് നിർവാഹിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഇൻഷാ അല്ലാഹ് തന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ആ സഹോദരനെ കൊണ്ടുപോയി കൊടുക്കാം. ഞങ്ങള് സ്ഥാപനത്തിന്റെ കീഴിൽ തന്നെ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അത് കെട്ടിക്കൊടുക്കാമെന്ന് ഇങ്ങനെ ഒരു തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും ഒപ്പം ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം നൽകുമാറാവട്ടെ. നമ്മുടെ വേദനകളും വിഷമങ്ങളും രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. പല രോഗങ്ങൾ, അറിയാത്ത രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ക്യാൻസർ ബാധിച്ചിട്ട്, ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് ഓരോ സഹോദരങ്ങൾ നല്ല ജോലിയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വേദനയൊക്കെ ആയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറ്റയിൽ മുഴുവൻ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന് ടീമിനൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും ഇവിടെ വന്നു. പക്ഷേ അസഹ്യമായ വേദനകളാണ്. അല്ലാഹു തആല അത്തരം രോഗങ്ങൾ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാണുമ്പോൾ ഒന്നും പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ എല്ലുകളുടെ ഉള്ളിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദന അല്ലാഹു തആല നമ്മളെ അത്തരം അവസ്ഥയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. മാരക രോഗങ്ങൾ അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ചികിത്സ പ്രയാസമാകുന്ന രോഗങ്ങൾ അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും ശിഫയാക്കി പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ നിലകൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا وخير للأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا